dears, welcome to our online class. Today we are going to discuss the continuation of selection statement. In previous class we have already discussed if statement, if else statement, nested if statement. Today we are going to discuss else if ladder statement. Okay, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു ഡിസിഷൻ എടുക്കേണ്ട കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ എൽസ് ഇഫ് ലാഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് തവണ ഈഫ് ഉപയോഗിക്കേണ്ട കേസിൽ, ആദ്യം പറഞ്ഞ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂ പാർട്ട് മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുമായിരുന്നുള്ളൂ. ഈഫ് എൽസിൽ ട്രൂ പാർട്ടും ഫോൾസ് പാർട്ടും ഡിസ്പ്ലേ ചെയ്യിക്കും. എന്നാൽ നെസ്റ്റഡ് ഈഫ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അൻ ഈഫ് കണ്ടെയ്ൻ അനദർ ഈഫ്, ഒരു ഈഫിനുള്ളിൽ വേറൊരു ഈഫ് ഉപയോഗിക്കാം അല്ലേ. ഒരുപാട് തവണ ഈഫ് ഉപയോഗിക്കേണ്ട കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, എൽസ് ഇഫ് ലാഡർ എന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. എൽസ് ഇഫ് ലാഡർ സ്റ്റെയർ കേസ് എന്ന് കൂടി ഇത് അറിയപ്പെടും. അതായത് സ്റ്റെയർ കേസ് പോലെയാണ്, ഒരുപാട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ സിൻടാക്സ് നോക്കൂ. ആദ്യം ഈഫ്, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നു. അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. പിന്നീട് എൽസ് ഇഫ്, വീണ്ടും ഈഫ് ഉപയോഗിക്കുകയാണ് അല്ലേ. എൽസ് ഇഫ് അതിനെന്താ വെച്ചാൽ എക്സ്പ്രഷൻ കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ എൽസ് ഇഫ്, സ്റ്റേറ്റ്മെൻറ്റ്, എൽസ് ഇഫ്, ഇങ്ങനെ ഈഫ് ഒരുപാട് തവണ, സ്റ്റെയർ കേസ് പോലെ ഇങ്ങനെ ഒരുപാട് തവണ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എവിടെ ഉപയോഗിക്കും, എൽസ് ഇഫ് ലാഡറിൽ ഉപയോഗിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിൻടാക്സ് കണ്ടല്ലോ, ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം അപ്ലൈ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ടു ഫൈൻഡ് ദ ഗ്രേഡ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഫോർ എ ഗിവൺ സ്കോർ, നമ്മൾ കൊടുത്തിരിക്കുന്ന സ്കോറിനനുസരിച്ചിട്ട് ഗ്രേഡ് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഹാഷ് ഇൻക്ലൂഡ് IOStream using namespace std. ഇങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താണ്, തന്നിരിക്കുന്ന സ്കോറിനനുസരിച്ച് ഗ്രേഡാണ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. അപ്പോൾ സ്കോർ സ്റ്റോർ ചെയ്തേക്കാൻ ഒരു വേരിയബിൾ വേണം. സ്കോറിന് തന്നെ നമുക്ക് വേരിയബിൾ നെയിം കൊടുക്കാം. ഇൻറ്റ് സ്കോർ, സ്കോർ സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. സി ഔട്ട് എൻ്റർ ദി സ്കോർ, സ്കോർ എൻ്റർ ചെയ്യാൻ പറയുക. സ്കോർ എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ സ്കോർ ഏതിലുള്ളത്, സ്കോർ എന്ന ഈ വേരിയബിളിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ സ്കോർ ഇൻപുട്ട് ചെയ്തു. അതിനുശേഷം സ്കോർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങും കഴിഞ്ഞു, ഇൻപുട്ടും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, പ്രോസസ്സിംഗ് ആണ് നടത്തേണ്ടത്. ചെക്ക് ചെയ്യണം അല്ലേ. ഈഫിൽ പറയുക, ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, സ്കോർ എന്നത് 80ക്ക് മുകളിലാണെങ്കിൽ എന്തായിരിക്കണം ഔട്ട്പുട്ട് കിട്ടേണ്ടത്, സി ഔട്ട് എന്തായിരിക്കണം, എ പ്ലസ്, ദ ഗ്രേഡ് ഈസ് എ പ്ലസ്. ഓക്കെ, 80ന് മുകളിലാണ് മാർക്കെങ്കിൽ എന്തായിരിക്കണം, ഗ്രേഡ് എന്താണ്, എ പ്ലസ് ആണ്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈഫ് ഉപയോഗിക്കുകയാണ്. സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ സി ഔട്ട് എന്തായിരിക്കും, ഗ്രേഡ് എത്ര ആയിരിക്കണം, ബി പ്ലസ്. ഇപ്പോൾ 2 തവണ ഈഫ് ഉപയോഗിച്ചില്ലേ, വീണ്ടും ഉപയോഗിക്കുകയാണ്. ഈഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണെങ്കിൽ സി ഔട്ട് എന്തായിരിക്കണം, grade is C plus.
C plus. Again, if score is greater than or equal to 30 ആണെങ്കിൽ 30 ആണെങ്കിൽ സി ഔട്ട് എന്തായിരിക്കണം? ഡി പ്ലസ്. ഗ്രേഡ് ഈസ് ഡി പ്ലസ്. ഇത്രയും കഴിഞ്ഞാൽ ഇനി ഡിഫോൾട്ട് ആയിട്ട് വേണമല്ലോ, ഇതിന് താഴെയാണെങ്കിൽ എൽസ് ഓപ്ഷനിൽ കൊടുക്കണം എന്ത്? സി ഔട്ട് എന്തെന്ന്? ഇ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് തവണ ഈഫ് ഉപയോഗിക്കേണ്ട കേസിലാണ് എന്താ നമ്മൾ ചെയ്യുക? എൽസി ഫ്ലാഡർ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ എത്ര തവണ വരുന്നത്? 2, 3 അല്ലേ? 3, 4 തവണ ഈഫ് ഉപയോഗിച്ചു. ആദ്യം സ്കോർ കൊടുക്കുന്നു, പിന്നീട് സ്കോർ ചെക്ക് ചെയ്യണം. ആദ്യത്തെ ഈഫിൽ 80 മുകളിലാണെങ്കിൽ എ പ്ലസ് പ്രിൻ്റ് ചെയ്തു. പിന്നത്തെ ഈഫിൽ 60 മുകളിലാണെങ്കിൽ ബി പ്ലസ്, ദെൻ 40 മുകളിലാണെങ്കിൽ സി പ്ലസ്, 30 മുകളിലാണെങ്കിൽ ഡി പ്ലസ്, പിന്നെയാണെങ്കിൽ അത് 30 ശേഷം പിന്നെ വരുന്നതൊക്കെ ഇ. ഇങ്ങനെ സ്റ്റെയർ കേസ് പോലെ ഒരുപാട് തവണ ഈഫ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എൽസി ഫ്ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് എൽസി ഫ്ലാഡർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ടു ഡിസ്പ്ലേ ദ നെയിം ഓഫ് ദി ഡേ ഫോർ എ ഗിവൺ ഡേ നമ്പർ. ഡേ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡേ ആണെന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൺഡേ, 2 കൊടുത്തു കഴിഞ്ഞാൽ മൺഡേ. അങ്ങനെ ഡേ നമ്പർ കൊടുക്കുമ്പോൾ അതേത് ഡേ ആണെന്ന് കൂടി ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനുള്ള പ്രോഗ്രാം നോക്കുക. ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇൻറ്റ് ഡേ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഡേ എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിന് ശേഷം ഡേ സ്റ്റോർ ചെയ്ത് വെക്കാനാണേ. ഇനി സി ഔട്ടിൽ എന്ത് ചെയ്യുന്നു? എൻ്റെ അടുത്ത് ഡേ നമ്പർ കൊടുക്കുന്നു. 1 to 7 വരെയുള്ള നമ്പറാണ് നമ്മൾ പറയുന്നത്. അതിൽ സീനിൽ ഡേ കൊടുക്കുന്നു. ഫസ്റ്റ് ഈഫിൽ എന്ത് ചെയ്യുന്നു? ഡേ =1. ഡബിൾ ഈക്വലും ഈക്വലും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ എന്ന് പറയുമ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഡബിൾ ഈക്വൽ എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ്. വാല്യൂസിനെ ചെക്ക് ചെയ്യാൻ. ഇവിടെ ഡേ =1. ഡേ എന്നത് 1 ആണോന്ന്, 1 ആണ് എങ്കിൽ അന്ന് എന്ത് ഡിസ്പ്ലേ ചെയ്യിക്കണം? ഔട്ട്പുട്ട് എന്താണ്? സൺഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഓക്കെ, പിന്നെ ഈഫിൽ കൊടുക്കുന്നു ഡേ =2. ഡേ രണ്ടാമത്തെ ദിവസമാണെങ്കിൽ 2 ആണെങ്കിൽ എന്തായിരിക്കണം? മൺഡേ. അഗെയിൻ റിപ്പീറ്റ് ചെയ്യാണ്. ഈഫിൽ കൊടുക്കുന്നു ഡേ 3 ആണെങ്കിൽ ട്യൂസ്ഡേ, ഡേ 4 ആണെങ്കിൽ വെനസ്ഡേ. അങ്ങനെ ഏതുവരെ? 7 വരെയുള്ള വാല്യൂസ് കൊടുക്കുന്നു. 7 കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 8 to 9 ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഡേ =9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഡേയ്സ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു ഡിഫോൾട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കും. റോങ് ഇൻപുട്ട്, അങ്ങനെ ഒരു ഇൻപുട്ട് ഇല്ല എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫോൾട്ടായിട്ടൊരു വാല്യൂസ് കൊടുക്കുന്നത്. റോങ് ഇൻപുട്ട് എന്ന് കൊടുത്തു. 7 കഴിഞ്ഞിട്ട് ഏത് നമ്പർ കൊടുത്തു കഴിഞ്ഞാലും റോങ് ഇൻപുട്ട് എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ എൽസി ഫ്ലാഡർ എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടത് എൽസി ഫ്ലാഡർ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.